പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾ മറക്കാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. മൂന്നാമത്തെ റോമർ 1:3 നമ്മൾ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ടവരായ വിശുദ്ധന്മാരുമാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ആന്തരിക ബോധ്യം ആവശ്യമുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. നാലാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാവട്ടെ. ഞാനിങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ വിവിധ കുടുംബങ്ങളിൽ ജനിച്ചവരാണെങ്കിലും കർത്താവിനെ കണ്ടുമുട്ടുക വഴി നമ്മൾ സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളായി തീർന്നു. നമുക്ക് പിതാവായ ദൈവവും നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ യേശു ക്രിസ്തുവും ഉണ്ട്. നാം എല്ലാം ഇളയ സഹോദരന്മാരാണെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. നമ്മൾ വരാൻ പോകുന്ന ഒരു കാലത്തിൽ ഒരൊറ്റ കുടുംബമായിട്ട് നമ്മളെല്ലാവരും പിതാവിനോടും പുത്രനോടൊപ്പം സ്വർഗത്തിലായിരിക്കേണ്ടിവരാണ്. അതിൻ്റെ ഒരു ട്രെയിനിങ് പീരീഡിലാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് പ്രത്യാശയോടെ കാത്തിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കുടുംബത്തിൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പം തമ്മിലെപ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കുഞ്ഞുങ്ങളായിരിക്കുന്നതിൽ ബാല്യകാലങ്ങളിലൊക്കെ. പക്ഷെ വളരും തോറും നമ്മുടെ ആ ശൈശവത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ വിട്ടുകളഞ്ഞിട്ട് നമ്മളൊരു പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരളവിലേക്ക് വളരാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ സഭയ്ക്കുള്ളിലും നമ്മൾ കുഞ്ഞുങ്ങളെ പോലെയാ തുടങ്ങുന്നത്. കുഞ്ഞുങ്ങൾ തന്നെയാണ് നമ്മൾ. ഇപ്പോൾ ജനിച്ച ശിശുക്കളാണ്. അപ്പം ശിശുക്കളുടേതായ പല സ്വഭാവവിശേഷങ്ങളും നമ്മളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ ദൈവജനത്തിന്റെ അനുസരണത്തിലേക്ക് വരുന്തോറും നമ്മൾ കൂടുതൽ ആ ശൈശവ സ്വഭാവങ്ങളിൽ നിന്ന് മാറി ഒരു പുരുഷത്വത്തിലേക്ക് വരണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കൃപ എന്ന് പറയുമ്പം എബ്രാഹിം നമ്മൾ വായിക്കുന്നു, അതുകൊണ്ട് തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനായി ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക. നമ്മുടെ ഏതാവശ്യങ്ങളുടെ സമയത്തും നമ്മളെ സഹായിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ. തീത്തോസിന്റെ ലേഖനത്തില് കൃപയെക്കുറിച്ച് പറയുമ്പം അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, തീത്തോസിന്റെ ലേഖനം അതിന്റെ 2-ാമത്തെ അധ്യായത്തില് 10-11 മുതലുള്ള വാക്യങ്ങളിലാണത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നമ്മളെ പൂർണ്ണ രക്ഷയിലേക്ക് നടത്തുന്ന ഒന്നാണ് ദൈവത്തിന്റെ കൃപ. നമ്മളെ ആ ഒരു യാത്രയിൽ സഹായിക്കേണ്ടതിനായിട്ട് ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മളെ റോമർ 5 ഇങ്ങനെ വായിക്കുന്നുണ്ട്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് വിശ്വാസത്താൽ അവൻ മൂലം നമുക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നമ്മൾ കൃപയിൽ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കൃപ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് തുടർന്ന് നമ്മൾ വായിക്കുന്നു. 12 മുതലുള്ള വാക്യങ്ങളിൽ, തീത്തോസ് 2:12 മുതലുള്ള വാക്യങ്ങളില്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികളും പ്രപഞ്ചമോങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഈ കൃപയിൽ നമ്മൾ നിൽക്കുമ്പം നമ്മുടെ ഉള്ളില് സംഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ആദാമ്യമായ മരണത്തെ അധീനമായ നമ്മുടെ ദേഹിയിലുള്ള പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മൾ പടിപടിയായി ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തപ്പെടുന്നുണ്ട്. റോമാലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഈ കൃപ
എപ്പോൾ നമ്മൾ കൃപയിൽ നിന്ന് വീണു പോകുന്നോ അവിടെ നമ്മൾ ഈ തേജസ്കരണത്തിന്റെ പ്രക്രിയയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത്. നമുക്കറിയാം, ഈ കൃപയിൽ നമ്മൾ നിൽക്കുമ്പോൾ അത് നമ്മുടെ ഒരു അനുഭവമാണ്. ആ കൃപയിൽ നിൽക്കുക എന്നുള്ളത്, നമ്മൾ ആ കൃപയിലായിരിക്കുന്നിടത്ത് നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനും കരുണ കാണിക്കാനും ദോഷം കണക്കിടാതിരിക്കാനും എല്ലാം വിശ്വസിക്കാനും പ്രത്യാശിക്കാനും എല്ലാം നമുക്ക് കഴിയും. പക്ഷെ കൃപയിൽ നമ്മൾ വീണു പോകുമ്പോൾ ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. ഗലാത്യ വിശ്വാസികൾക്ക് എഴുതുമ്പം അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. നമ്മളും ദൈവകൃപയിലായിരിക്കുന്നിടത്താണ് ദൈവികമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മളില് അളവില്ലാണ്ട് ചൊരിയപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത്. ആ കൃപയിൽ നിന്ന് നമ്മൾ പിന്മാറുന്നതോടുകൂടി അതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. തീക്കുള്ളിൽ കിടക്കുന്ന ഒരു കനൽക്കട്ട അത് ജ്വലിക്കുന്ന ഒരു അനുഭവമുള്ള ഒന്നാണ്. എപ്പോൾ നമ്മൾ അതിനെ തീയിൽ നിന്നെടുത്ത് പുറത്തിടുന്നോ അതിൻ്റെ ആ സൗന്ദര്യം നഷ്ടപ്പെടുന്ന പോലെ നമ്മൾ കൃപയിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ആത്മീയമായിട്ട് ജ്വലിക്കുന്ന അനുഭവത്തിൽ ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളിലും എല്ലാ പരീക്ഷകളിലും പരിശോധനകളിലും ദൈവത്തിന്റെ അതേ തേജസ് നമ്മളിൽ നിന്ന് പ്രതിഫലിക്കുന്നവരായിട്ട് നമുക്ക് നിൽക്കാനായിട്ട് കഴിയും. ഈ കൃപ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്നു എന്നാണ് നമ്മളിവിടെ 13-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. നമ്മൾ ഈ കൃപയില് വളരും തോറും ഈ ഒരു പ്രക്രിയ നമ്മുടെ ഉള്ളിൽ അധികമായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. 2 കാര്യമാണ് നമ്മൾ 1:4 വായിച്ചത്. കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. റോമർ 5 നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. നമ്മൾ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. നമ്മുടെ ക്രിസ്തീയത ആരംഭിക്കുമ്പം പ്രാഥമികമായിട്ട് നമ്മൾ സമാധാനം കൊണ്ട് നിറഞ്ഞവരായിട്ടാണ് തീരുന്നത്. നമ്മുടെ ഉള്ളിൽ നമ്മൾ സമാധാനം അനുഭവിക്കുന്നു. അത് മാത്രമല്ല, മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും ഈ സമാധാനം പ്രസരിപ്പിക്കുന്ന ഒരു അനുഭവത്തിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. നമ്മളിൽ നിന്ന്, നമ്മൾ ദൈവത്തിൽ നിന്ന് സമാധാനം അനുഭവിക്കുന്നത് പോലെ തന്നെ നമ്മളുമായിട്ട് ഇടപെടുന്നവരോടുള്ള ബന്ധത്തിലും അവർക്ക് നമ്മളിൽ നിന്നും ഒരു സമാധാനം അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ടോ എന്നുള്ളത് നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. മത്തായിയിലെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നമ്മുടെ ഉള്ളിൽ നമുക്ക് സമാധാനം ഉണ്ടെങ്കിലേ നമുക്ക് സമാധാനം ഉണ്ടാക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഈ ദൈവവചനമെല്ലാം പ്രാഥമികമായിട്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ സഭാ ജീവിതത്തിലും അതിന്റെ ആദ്യഫലം നമ്മൾ തന്നെ അനുഭവിക്കുന്നത്. നമ്മൾ ഈ കൃപയിൽ വളരും തോറും നമ്മളുമായിട്ട് സംസർഗത്തിൽ വരുന്നവർക്കെല്ലാം ഈ കൃപ അവർക്കും അനുഭവിക്കാനായിട്ട് കഴിയും. സമാധാനം അവർക്കും അനുഭവിക്കാനായിട്ട് കഴിയും. നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ട കാര്യം, ആ നിലയിൽ നമ്മൾ വളരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായൊരു ചോദ്യം. തുടർന്ന് 5-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിൽ നിന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതിനല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. 1 തീമോഥെയോസ് 3:16 നമ്മൾ വായിക്കുന്നുണ്ട്, ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. ഇവിടെ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ വംശത്തിൽ ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിന്റെ ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതല്ലോ. നമ്മുടെ പ്രത്യാശ അത് തന്നെയാണ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. നാമും ഒരു ജഡത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ പ്രത്യാശ നാമും ആത്മാവിന്റെ നീതീകരണത്തിൽ വളർന്നു വരും എന്നുള്ള ഒരു കാര്യമാണ്. ആത്മാവിലുള്ള ആ ഒരു വിശുദ്ധീകരണം നമ്മുടെ ദേഹിക തലത്തിലേക്കും വന്ന്
നമ്മൾ കൃപമേൽ കൃപ പ്രാപിച്ച് കർത്താവിന്റെ അതേ രൂപമുള്ളവരായിട്ട് തീരുമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. 1 യോഹന്നാൻ 3 നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. നമ്മുടെ പ്രത്യാശ കർത്താവ് ജഡത്തിൽ വെളിപ്പെട്ട് നമുക്കൊരു മാതൃക കാണിച്ചു തന്നേച്ച് പോയിട്ടുണ്ടെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ദൈവേഷ്ടം ചെയ്ത് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഒരു മാതൃക നമുക്ക് കർത്താവിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നാം കർത്താവിന്റെ അടുക്കൽ ചെല്ലുന്നതിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യം, അവന്റെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായിത്തീരുന്ന ഒരു പ്രക്രിയ നമ്മളിൽ നടക്കുന്നു. അങ്ങനത്തെ ഒരു പ്രക്രിയ നമ്മളിൽ നിരന്തരമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നമ്മൾ ഈ വിശ്വാസത്തിന്റെ വഴിയിൽ നടക്കും തോറും ഈ ഒരു ആന്തരിക ശുദ്ധീകരണത്തിന്റെ പ്രക്രിയ നമ്മളിൽ അധികമായി നടന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ വെളിച്ചത്തിലേക്ക് നമ്മൾ വരും, കൂടുതൽ ജീവന്റെ പങ്കാളികളായി തീരും, കൂടുതൽ കർത്താവിന്റെ സ്വഭാവത്തോട് പങ്കാളിത്തമുള്ളവരായി തീരും. അങ്ങനെ കർത്താവിന്റെ വരവെങ്കിൽ നമ്മളും മരണത്തെ ജയിക്കുന്ന ഒരു തലത്തിലേക്ക് വളരണമെന്നാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മുന്നോട്ട് പോകും തോറും നമ്മുടെ ഉള്ളിൽ, ദേഹിയിൽ ഈ ജീവന്റെ വ്യാപാരം അധികമായി വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കും നമുക്ക് കാണാൻ കഴിയും. റോമാലേഖനം 5 നമ്മളത് വായിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞതിന് ശേഷം അടുത്ത വാക്യം പറയുന്നത്, അവന്റെ ജീവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ ദൈവിക ജീവനോട്, ദൈവിക സ്വഭാവത്തോട് നമ്മൾ ദേഹിയിൽ കൂടുതൽ പങ്കാളിത്തമുള്ളവരായി തീരുക ചെയ്യുന്നത്. അതനുസരിച്ചാണ് നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് ആ ജീവൻ അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. കർത്താവിനെ കുറിച്ച് അപ്പോസ്തലൻ പറഞ്ഞപ്പോൾ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ രുചിച്ചതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് നമ്മളും കർത്താവിനോട് പങ്കാളികളായി തീരുന്ന അളവനുസരിച്ച് മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് ഈ ജീവൻ രുചിക്കാനായിട്ട് കഴിയും. ദൈവിക സ്വഭാവം രുചിക്കാനായിട്ട് കഴിയും. ക്ഷമ, കരുണ, വിശുദ്ധി, താഴ്മ, ഇതെല്ലാം മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് അനുഭവിച്ചറിയാനായിട്ട് കഴിയും. തുടർന്ന് 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്. നമ്മളെല്ലാം പൊതുവിൽ സമൂഹം വിശ്വാസികളെന്നാണ് നമ്മളെ വിളിക്കാറുള്ളത്. വിശ്വാസി. പക്ഷെ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്കും ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു വ്യക്തത ഉണ്ടാവാറില്ല. വിശ്വാസത്തിന് അനുസരണം വരുത്തുക, അല്ലെ? നമ്മൾ വിശ്വാസികളാണെങ്കിൽ ഒരു അനുസരണത്തിന്റെ വഴിയിലായിരിക്കും നമ്മൾ നടക്കുന്നത്. ആ വിശ്വാസം നമ്മുടെ ഒരു ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു പ്രക്രിയയും കൂടെ നമ്മളിൽ നടത്താൻ കഴിയണം. എന്നാൽ മാത്രമേ ഈ വിശ്വാസത്തിന്റെ അനുസരണം നമുക്കുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തുള്ളൂ. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 17-ാമത്തെ വാക്യത്തില് ഇങ്ങനെ പറയുന്നുണ്ട്. യാക്കോബ് 2:17 അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തവയായാൽ സ്വതവേ നിർജീവമാകുന്നു. വിശ്വാസത്തിന് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ അത് അനുസരണത്തിന്റെ തലത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു പ്രവൃത്തി ചെയ്യണം. നമ്മുടെ വിശ്വാസം വർദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് വർദ്ധിക്കും തോറും നമുക്കറിയാം, ദൈവ വചനം പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് പറയുന്നത് വിശ്വാസവും സ്നേഹവും എല്ലാം വർദ്ധിച്ചു വരണമെന്നുള്ളതാണ്. സ്നേഹത്തെക്കുറിച്ച് നമ്മളിങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിച്ച് കവിയുമാറാക്കണം. തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നത്. അതുപോലെ വിശ്വാസവും നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചു വരേണ്ട ഒരു കാര്യമാണ്. ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തി നമ്മളിലുണ്ടെങ്കിൽ മാത്രമേ ഈ വിശ്വാസം നമ്മളിൽ വർദ്ധിച്ചു വരത്തുള്ളൂ. ദാവീദിന്റെ ജീവിതത്തില് ശൗലിന്റെ മുമ്പിൽ നിൽക്കുമ്പം ശൗല് പറയുന്നുണ്ട്, നീ ഒരു ബാലനാണ്,
നിനക്ക് അവനോട് എതിർത്ത് നിൽക്കാൻ കഴിയില്ലെന്ന് പറയുമ്പം ദാവീദ് പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ അപ്പന്റെ ആടുകളെ മേയ്ക്കുമ്പം കരടിയും സിംഹവും വന്നു, ഞാൻ അതിനെ കീറിക്കളഞ്ഞ് അതിന്റെ വായിൽ നിന്ന് ആടുകളെ രക്ഷിച്ചു, അതുപോലെ ഈ ഗോലിയാത്തിനെ ഞാൻ കീഴ്പ്പെടുത്തും. ചെറിയ പരീക്ഷകളിൽ നമ്മൾ വിശ്വസ്തരാകുന്നിടത്താണ് നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരികയും വലിയ ശോധനകളുടെ നടുവിൽ നമുക്ക് നിൽക്കാനായിട്ടും കഴിയുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ വിശ്വാസം ഉണ്ടെന്ന് പറയുന്ന ഒത്തിരി പേരിലും വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി കാണാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ അനുസരണം കാണാനായിട്ട് കഴിയുന്നില്ല. ഇവിടെ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം, കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചതിന്റെ ഉദ്ദേശം സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിനാണ് ഞങ്ങൾ കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ച്. റോമർ 16:24 അതേ കാര്യങ്ങൾ വീണ്ടും അതേ കാര്യത്തിന്റെ ഒരു പ്രാവശ്യം കൂടെ അപ്പോസ്തലൻ പറയാൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. റോമാലേഖനം 16:24 പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയമപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളെ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമുള്ള എന്റെ സുവിശേഷത്തിനും. ഇവിടെയും വിശ്വാസത്തിന്റെ അനുസരണം എന്നുള്ളൊരു പദപ്രയോഗം കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും അനുസരണം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന കാണാനായിട്ട് കഴിയും. ചന്ദ്രകം മേശക് അഭേദനവും അവര് ന്യായപ്രമാണം വിശ്വസിച്ചിരുന്നു. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത്, വിഗ്രഹാർപ്പിതമായിട്ടൊന്നും തിന്നരുത്. അവരത് വിശ്വസിച്ചു. അതിന്റെ അനുസരണം എന്ന് പറയുന്നത് അവർ തിന്നാതിരുന്നു. അതുപോലെ രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിച്ചില്ല. അതിന്റെ അനന്തരഫലമായിട്ടാണ് ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ ദിനംപ്രതിയുള്ള പരീക്ഷകളിൽ ഈ വിശ്വാസത്തിന്റെ അനുസരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബീയങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ പലപ്പോഴും ഏറ്റു പറയുന്നൊരു വചനമുണ്ട്, റോമർ 8:28-29. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അതിനെ സകലവും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കുന്നു നാം അറിയുന്നു. അത് ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ശോധനകളോടുള്ള മധ്യത്തിൽ ഒരു പ്രവൃത്തി നമ്മളിൽ നിന്ന് വെളിപ്പെട്ട് വരും. അപ്പൊ നമ്മളെ ശകാരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ശകാരിക്കത്തില്ല, നമ്മളെ ശപിക്കുന്നവരെ ശപിക്കത്തില്ല, നേരെ മറിച്ച് നമ്മളെ ശപിക്കുന്നവരെ നമ്മൾ അനുഗ്രഹിക്കും. കർത്താവിനെ പോലെ തന്നെ പല ശോധനകളുടെ മധ്യത്തിലും നാവ് എടുക്കാതെ അല്ലെ ഊമയായിട്ട് നിൽക്കാനായിട്ട് വിശ്വാസം നമ്മളെ സഹായിക്കും, നമുക്ക് കാണാൻ കഴിയും. ഈ പരീക്ഷകളിലെല്ലാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ വിശ്വാസത്തിൽ ആണോ ഇരിക്കുന്നത്? നമുക്ക് ഈ വിശ്വാസം യഥാർത്ഥത്തിൽ ഒരു യാഥാർത്ഥ്യമായ ഒരു കാര്യമാണോ, അതോ നമ്മൾ സംസാരിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് ഈ കൃപയും അപ്പോസ്തലത്വം പ്രാപിക്കാനുള്ള കാരണം സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിനാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് 7-ാം വാക്യത്തിൽ പറയുന്ന അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളെയും നിങ്ങളുടെ വിശ്വാസത്തിന്റെ അനുസരണം വരുത്തുക എന്നൊരു പ്രക്രിയ ചെയ്യാനായിട്ടാണ് എന്നെ ഈ സുവിശേഷവും അപ്പോസ്തലത്വവും ഒക്കെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അപ്പോസ്തലന്റെ ജീവിതം നമ്മൾ ശോധന ചെയ്യുമ്പോൾ ആ വിശ്വാസത്തിന് വേണ്ടിയുള്ള നിരന്തര പോരാട്ടത്തിലായിരുന്നു. തന്നെ വിളിച്ചു, വേർതിരിച്ചു, ഒരു ചുമതല ഏൽപ്പിച്ചു. അതാദ്യം തന്റെ ജീവിതത്തിൽ അനുസരണത്തിന്റെ വഴിയിലൂടെ താൻ നടന്ന് തന്നിൽ തന്നെ ഇത് പ്രാപിച്ചതിന് ശേഷമാണ് മറ്റുള്ളവരോട് അത് പ്രസംഗിക്കാൻ തുടങ്ങി. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തനത്തിൽ 1 പറയുന്നുണ്ട്, കർത്താവ് ചെയ്തും ഉപദേശിച്ചും. പലപ്പോഴും നമ്മൾ പരീക്ഷിക്കപ്പെടുന്നൊരു കാര്യം, നാം ചെയ്യാതെ മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള ഒരു പരീക്ഷ നിരന്തരമായിട്ട് നമ്മൾ നേരിടുന്നുണ്ട്. പ്രാഥമികമായിട്ട് നാം അനുസരിച്ചിട്ട് വേണം മറ്റുള്ളവരോട് പറയാൻ. നമ്മൾ നാവിനെ നിയന്ത്രിച്ചിട്ട് വേണം മറ്റുള്ളവരോട് നാവിനെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് പറയാൻ. നമ്മൾ കണ്ണുകളെ നിയന്ത്രിച്ചിട്ട് വേണം മറ്റുള്ളവരോട് കണ്ണുകളെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് പറയാൻ. അങ്ങനെ നമ്മൾ നിയന്ത്രിക്കുക വഴി നമ്മുടെ ഉള്ളിൽ
ഒരു ഫലം ഉളവാകുന്നുണ്ട്. നമ്മളെ ഫലമാണ് മറ്റുള്ളവരോട് പറയുന്നത്. തീമോഥെയോസ് ലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 2 തരം ഉപദേശങ്ങളെ കുറിച്ച് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. 1 തീമോഥെയോസ് 1-ാം അധ്യായത്തില് അതിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 1 തീമോഥെയോസ് 1:6 ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞ ഇതനുസരിക്കാതെ മറ്റുള്ളവരോട് ഉപദേശം കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു മനോഭാവമാണ്. പക്ഷേ 10-ാം വാക്യത്തിലേക്ക് വരുമ്പം പത്യോപദേശത്തെ കുറിച്ച് പറയുന്നുണ്ട്. പത്യോപദേശം എന്ന് പറയുമ്പോൾ ആദ്യം തൻ്റെ ജീവിതത്തിൽ താൻ അനുസരിച്ച് ഇതിന് ശേഷം മറ്റുള്ളവരോട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാം പരീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ധർമ്മോപദേഷ്ടക്കന്മാരായിരിക്കാനുള്ള ഒരു പരീക്ഷ. മറ്റുള്ളവരുടെ ജീവിതത്തിലെ വീഴ്ചകളും ബലഹീനതകളൊക്കെ കാണുമ്പം അവരെ ഉപദേശിക്കാനുള്ള ഒരു വലിയ തള്ളല് നമ്മുടെ ഉള്ളിൽ കാണാനായിട്ട് കഴിയും. പക്ഷെ നമ്മുടെ തന്നെ ജീവിതത്തിൽ ആ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ തന്നെ നമുക്ക് ഉപദേശിക്കാൻ കഴിയത്തില്ല. തുടർന്ന് റോമാലേഖനത്തിൽ അത് പറയുന്നുണ്ട്, അന്യനെ ഉപദേശിക്കുന്നവനെ നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്നാമത് ഈ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഒരു അനുസരണവും ഒരു പ്രവൃത്തിയും ചെയ്യുന്നതിന്റെ അനന്തരഫലമായിട്ടാണ് ഒരു ദൈവത്തിന് അനുകൂലമായ ദൈവത്തിലേക്കുള്ളൊരു വളർച്ച നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാനായിട്ട് ഇടയായി തീരുന്നത്. തുടർന്ന് 8-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നൊരു കാര്യം, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ റോമയിലെ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ ഈ സുവിശേഷം ഒരു പ്രവൃത്തി ചെയ്ത് എല്ലായിടത്തും റോമയിലുള്ള വിശുദ്ധന്മാരുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശമാണ് എല്ലായിടത്തും എത്തിച്ചേർന്നൊരു കാര്യം. മറ്റ് ലേഖനങ്ങളിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയും, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ വേറെ ഭാഗത്ത് പറയും നിങ്ങളുടെ അനുസരണം. ഇവിടെ റോമയിലെ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ പറയും നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു. നമ്മൾ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ യൂദയുടെ ലേഖനത്തിലെ അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. യൂദയുടെ ലേഖനം 5-ാമത്തെ വാക്യത്തില് നിങ്ങളെ സകലം ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അവിടെ അപ്പോസ്തലൻ 4-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം, പ്രിയരെ, നമുക്ക് പൊതുവുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർ ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ഈ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ 2 തലങ്ങളുണ്ട്. റോമാലേഖനത്തില് നമ്മള് 1-ാമത്തെ അധ്യായത്തിൽ തന്നെ ഇങ്ങനൊരു കാര്യം വായിക്കുന്നുണ്ട്. അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. അത് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന ഫ്രം ഫെയ്ത്ത് ടു ഫെയ്ത്ത് എന്നാണ്. ഇവിടെ യൂദയുടെ ലേഖനത്തിൽ പറയുമ്പോൾ ആ ഒരു വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. തുടർന്ന് 5-ാം വാക്യത്തിൽ പറയുകയാണ്, 2-ാം ഭാഗത്ത്, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തെ നശിപ്പിച്ചു. നമുക്കറിയാം എബ്രായ ലേഖനത്തില് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പം നാം ഒരു സദ്വർത്തമാനം കേട്ടവരാണെന്ന് പറയുന്നുണ്ട്. മോശെ മുഖാന്തരം ദൈവം അവരുടെ അരുളി ചെയ്തൊരു കാര്യം ഇതായിരുന്നു, ഞാൻ നിങ്ങളെ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് വിടുവിച്ച് പാലും തേനും ഒഴുകുന്ന കനാനിൽ എത്തിക്കാം എന്നുള്ളതായിരുന്നു ആ സുവിശേഷം. 2 ഭാഗങ്ങളുണ്ട്. 1-ാമത്തെ ഭാഗം, ഫറവോന്റെ അധീനതയിൽ ഞാൻ നിങ്ങളെ രക്ഷിക്കാം, വിടുവിക്കാം. 2-ാമത്തെ ഭാഗം, കനാൻ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതിക്കും ശാശ്വത അവകാശമായിട്ട് തരാം. നമുക്കറിയാം അവിടെ ഇസ്രായേൽ മക്കള് അതിന്റെ ആദ്യത്തെ ഭാഗം വിശ്വസിച്ചു. മോശെ അവരോട് കൽപ്പിച്ചതുപോലെ അവർ പെസഹയും ചോരത്തളിയും ആചരിച്ചു, സംഹാരത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു, ഫറവോന്റെ കോപം ഭയപ്പെടാൻ മിസ്രയീം വിട്ടുപോന്നു.
പക്ഷെ അവർ മരുഭൂമിയില് ദീർഘകാലം ചുറ്റി നടന്നതിന് ശേഷം 12 പേരെ ഒറ്റുനോക്കാനായിട്ട് അയച്ചു. അവര് 12 പേരും പോയിട്ട് 10 പേരെ പറഞ്ഞൊരു വാർത്ത ഇതായിരുന്നു: നീ പറഞ്ഞതുപോലെ അത് പാലും തേനും ഒഴുകുന്ന സ്ഥലം തന്നെയാണ്. അവിടെയുള്ള ഫലങ്ങൾ അവരെ കൊണ്ടുവന്നു കാണിച്ചു. അതിനുശേഷം അവർ പറഞ്ഞൊരു ഏറ്റുപറച്ചിലുണ്ട്: കാര്യമൊക്കെ ശരിയാ, പക്ഷെ നമുക്കത് കീഴടക്കാൻ പറ്റത്തില്ല. പക്ഷെ യോശുവയും കാലേബും പറഞ്ഞു, നിങ്ങളങ്ങനെ പറയരുത്, ദൈവം നമ്മോട് കൂടി ഉണ്ടെങ്കിൽ നമുക്കത് കീഴടക്കാനായിട്ട് പറ്റും. വലിയൊരു നിലവിളിയും ഒക്കെ ഉണ്ടായി. അവിടെ ദൈവം അവരോട് കോപിച്ചെന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ അതിന്റെ ആദ്യത്തെ പടിയിൽ ഫറവോന്റെ അടിമത്തിൽ നിന്ന് രക്ഷയോടുള്ള ബന്ധത്തിൽ അവർക്ക് കാര്യമായിട്ട് അവരാകപ്പാടെ പറഞ്ഞ ചില കാര്യങ്ങൾ അനുസരിച്ചത് മാത്രമേ ഉള്ളൂ. ഒരാടിനെ എടുത്തു, അതിനെ സൂക്ഷിച്ചു, അറുത്തു, അതിന്റെ രക്തം കടലക്കാളിന്മേലും കുറുമ്പടിമേലും പുരട്ടി, അതിന്റെ മാംസം അവര് ചുട്ടു തിന്നു, വസ്ത്രം ധരിച്ച് എല്ലാം റെഡിയായിട്ട് അവർ കഴിച്ചേ. അവിടുത്തെ വിശ്വാസത്തിന്റെ അനുസരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നൊരു കാര്യം, മോശ പറഞ്ഞതുപോലെ തന്നെ അവര് ചെയ്തു. അങ്ങനെ അവർ മിസ്രൈമിൽ നിന്ന് രക്ഷിക്കപ്പെട്ടത്. ഇവിടെ നമ്മൾ വായിക്കുന്ന കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തെ ഇതിൽ നശിപ്പിച്ചു. യൂദ 5-ാം വാക്യം. അപ്പം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, അവരെന്താ വിശ്വസിക്കാതിരുന്നേ? വിടുവിക്കാനൊക്കെ കഴിയും, പക്ഷെ കനാൻ കൈവശമാക്കി തരാനായിട്ട് ദൈവത്തിന് കഴിയത്തില്ല എന്നാണ് അവർ ഏറ്റു പറഞ്ഞത്. അവരവിശ്വസിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തില് ഇതേ പരീക്ഷ നമ്മൾ നേരിടുന്നുണ്ട്. കർത്താവിന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു, എന്നെ കഴുകി ശുദ്ധീകരിച്ചു, സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മകനും അവകാശിയുമാക്കി തീർത്തു. നമ്മൾ അതിനെക്കുറിച്ച് പാടുകയും പ്രസംഗിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അടുത്ത ഘട്ടം, അതിനെ നമുക്ക് ആത്മാവിന്റെ വീണ്ടെടുപ്പിനോട് ഉപമിക്കാം. അടുത്ത ഘട്ടം ദേഹിയുടെ വീണ്ടെടുപ്പാണ്. നമ്മൾ മിസ്രൈൽ മക്കൾ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളിലേക്ക് തന്നെ നോക്കിയിട്ട് പറയുന്നേ, കാര്യമൊക്കെ ശരിയാ, അങ്ങനെയൊക്കെ ജീവിച്ചാൽ കൊള്ളാം, പക്ഷെ അങ്ങനെ ഒരു ജീവിതം സാധ്യമല്ല. കോപത്തെയും മോഹത്തെയും കയ്പിനെയും വെറുപ്പിനെയും നമ്മുടെ ജഡത്തിലുള്ള മല്ലന്മാരോടുള്ള ബന്ധത്തിൽ വരുന്നിടത്ത് നമ്മളും പലപ്പോഴും അങ്ങനെ ഏറ്റു പറയാറുള്ളത്. പക്ഷെ രണ്ടുപേരും വിശ്വസിച്ചു. നമുക്കറിയാം, വിശ്വസിച്ചവരാണ് സ്വസ്ഥയിൽ പ്രവേശിച്ചില്ലേ കനാനിൽ കടന്നത്, യോശുവയും കാലേബും. ആ തലമുറ ഒന്നാകെ, അതാ നമ്മൾ വായിക്കുന്നത്, ആ തലമുറ ഒന്നാകെ മരുഭൂമിയിൽ പട്ടുപോയി അവരുടെ അവിശ്വാസം നിമിത്തം. അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞ വിശ്വാസത്തിന് വേണ്ടി ഒരു പോരാട്ടത്തിന്റെ ആവശ്യമുണ്ട്. വീണ്ടും ജനിക്കുമ്പം നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും സ്വസ്ഥതയും, ഞാൻ പല സഹോദരന്മാരെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ വഴിയിലേക്ക് വന്നതിന്റെ പേരിൽ കഠിനമായ ശോധനകളും പീഡകളും ഒറ്റപ്പെടുത്തലുകളും ഉപേക്ഷണങ്ങളും നിന്ദയും പഴിയും ദുഷിയും അതൊക്കെ സഹിക്കാൻ അവരെ പ്രേരിപ്പിച്ച കാര്യം എന്താണ്? ഈ കൃപയാണ്. ഇപ്പൊ തന്നെ നമ്മുടെ ഒരു ചർച്ചയുള്ള സഹോദരനെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. പുള്ളി അങ്ങനെ ഒരു വഴിയിലൂടെ കടന്നു പോകുന്നേ, നിരന്തരമായിട്ട് വീടുകളിൽ പ്രശ്നമാണ്. പിതാവും മാതാവും എല്ലാം വളരെ ശക്തമായിട്ട് എതിർക്കാൻ തുടങ്ങി. അവസാനം അവര് പറഞ്ഞു, നിനക്കെന്തോ മാനസിക പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അപ്പൊ സോഹൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സോഹനെ എനിക്കും തോന്നുന്നുണ്ട് എനിക്കെന്തോ മാനസികമായ കുഴപ്പമുണ്ട് എന്ന് എനിക്കും തോന്നുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു വീണ്ടും ജനനത്തിന്റെ വഴിയിൽ പോകുന്നവരെല്ലാം ഈ ഒരു വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മള് എബ്രായ ലേഖനത്തില് അതിന്റെ 11-ാമത്തെ അധ്യായത്തില് 32-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. എബ്രായർ 10:32 എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർ കൂട്ടുകളായി തീർന്നു ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുകയും. ഇവിടെ പറയുന്ന ഒരു കാര്യം എബ്രായ വിശ്വാസം പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ വീണ്ടും ജനനത്തിന് അനുഭവിലേക്ക് വന്നതിന് ശേഷം നിന്ദിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ഒരു കൂത്തുകാഴ്ചയായി ഭവിക്കുക
എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്തനയോട് ഇടപെടുന്നത് പോലെ മറ്റുള്ളവർ ഇടപെടുകയൊക്കെ ചെയ്യുന്ന ആ വക അനുഭവിക്കുന്ന ഒരു കൂട്ടാളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പുറകുകാല ഓർത്തുകൊള്ളുകയും ഞാൻ ഈ വാക്യം ആ സഹോദരന് പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു, യഥാർത്ഥ വീണ്ടുജനം പ്രാപിക്കുന്നവരുടെ എല്ലാം വഴിയിൽ ഇത് തന്നെയാണ്. നിന്ദയുണ്ട്, ഉപദ്രവമുണ്ട്, അപമാനമുണ്ട്, ദുഷിയുണ്ട്, വഴിയുണ്ട്, മനോരോഗിയാണെന്ന് മുദ്ര കുത്തപ്പെടും. അതുകൊണ്ട് സഹോദരൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. സഹോദരൻ യഥാർത്ഥ വഴിയിലാണെന്നുള്ളതിന്റെ തെളിവായത്. അപ്പൊ യഥാർത്ഥ വീണ്ടുജനത്തിലേക്ക് കടന്നു പോകുമ്പം ഈ വഴികളിലൂടെ എല്ലാം നമ്മൾ പോവാൻ നമ്മളെ പ്രാപ്തരാക്കിയ ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിലുള്ള വിശ്വാസം നമ്മളിൽ കൃപയോടിലൂടെ വ്യാപരിച്ചിട്ടാണ് ഇതെല്ലാം സഹിക്കാനും മുന്നോട്ട് പോകാനും നമ്മളെ സഹായിച്ചത്. അതേ വിശ്വാസം തന്നെയാണ് മുമ്പോട്ടുള്ള വഴികളിലും നമുക്ക് ആവശ്യമായിരിക്കും. നമുക്കറിയാം, എബ്രായർ 11 പറയുന്ന 6-ാം വാക്യത്തിൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിവുള്ളതിൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഞാൻ ഈ ദൈവത്തിലേക്ക് വരുമ്പം ലോകം എന്റെ ശത്രുവായിത്തീരും, ലോകം എന്നെ പകയ്ക്കും. കർത്താവ് പറഞ്ഞു, ലോകം നിങ്ങളെ പകയ്ക്കുന്നെങ്കിൽ ആശ്ചര്യപ്പെടരുത്. കാരണം നമ്മൾ ജീവനിലേക്ക് പ്രവേശിക്കുന്നുള്ളതിന്റെ പ്രാഥമിക തെളിവാണ്. ഇതെല്ലാം നമ്മുടെ ഈ ക്രിസ്തീയത്തിന്റെ വഴിയിൽ വെച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, ആദ്യത്തെ പടിയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സമാധാന സന്തോഷമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ, വീണ്ടും ജന്മം പ്രാപിച്ച ആ സമയങ്ങളിൽ ഉണ്ടായിരുന്ന സന്തോഷവും സമാധാനവും എന്തുകൊണ്ടാണ് ഇപ്പോൾ അനുഭവിക്കാൻ കഴിയാത്ത? അതിന്റെ കാരണം, വീണ്ടും ജന്മം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പാപിയാണെന്ന് അംഗീകരിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുദമിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ പാപങ്ങളുടെ ആ കുറ്റമെല്ലാം ദൈവം ക്ഷമിക്കുന്നു, നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് സമാധാനവും സന്തോഷം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുന്നു. നമ്മുടെ പാപഭാരം നീങ്ങിപ്പോയതിന്റെ അനന്തരപരമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു അനുഭവമാണ്. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നമ്മൾ പാപത്തിൽ വീഴുകയും പാപവഴികൾ നടക്കുകയും ചെയ്യുമ്പോൾ ഈ സന്തോഷം നമുക്ക് നഷ്ടപ്പെടും. ആ സന്തോഷം നഷ്ടപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാപത്തോട് പോരാട്ടത്തിലായിരിക്കണം. എബ്രായർ 12:4 നമ്മൾ വായിക്കുന്നുണ്ട്, പാപത്തോട് പോരാടുന്നതിന് നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോട് എതിർത്ത് നിന്നില്ല. വിശ്വാസത്തിന്റെ 2-ാം ഘട്ടം എന്ന് പറയുന്നത് ദൈവത്താൽ സകലവും സാധ്യം എന്നുള്ള വിശ്വാസം ഞാൻ ഏറ്റുപറയുകയും ആ വിശ്വാസത്തിന്റെ വഴി നടക്കുകയും ചെയ്യാന്നുള്ളതാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തനായ ചക്രവർത്തിയെയാണ് ദൈവം വെള്ളത്തിൽ തള്ളിയിട്ട് കൊന്നത്, ചെങ്കടലിൽ. അവരെല്ലാം അത് കണ്ടതാണ്. ദൈവത്തിന്റെ ബലമുള്ള കര അനുഭവിച്ചതാണ്, ദൈവത്തിന്റെ പ്രവൃത്തികൾ അവരെ അനുഭവിച്ചതാണ്. പക്ഷെ എന്നിട്ടും കനാനിലുള്ള മല്ലന്മാരോടുള്ള ബന്ധത്തിൽ വരുന്നിടത്ത് അവർക്ക് ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഇവിടെ യൂദലേഖനത്തിൽ പറയുന്ന ആ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം എങ്ങനെയുള്ളതാണ്? അത് കേവലം പാപക്ഷമ മാത്രം നൽകുന്ന ഒരു വിശ്വാസമാണോ, അതോ പാപത്തെ ജയിക്കുന്ന ഒരു വിശ്വാസം കൂടെ നമുക്ക് ആ കൂട്ടത്തിൽ അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട്? ഇത് വളരെ പ്രസക്തമായ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശ്വാസം കൂടാതെ നമുക്ക് ഈ വഴിയെ നടക്കാനായിട്ട് കഴിയത്തില്ല. അത് പ്രാഥമികമായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. നമ്മളെ കീഴടക്കി വെച്ചിരിക്കുന്ന ജഡത്തിലെ മല്ലന്മാരോടുള്ള ബന്ധത്തിൽ അവരെ ജയിക്കാൻ കഴിയുന്ന ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടോ? ഇസ്രായേലിന് കൽപ്പന കൊടുക്കുമ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, നിങ്ങൾ കനാനിലെ ജാതികളോട് ഇടകലരരുത്, അവരുടെ പ്രവൃത്തികൾ പഠിക്കരുത്, അവരെ നിങ്ങൾ ഉന്മൂലനാശം ചെയ്യണം. ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജഡത്തിലുള്ള കോപം, മോഹം, മത്സരം, ശാഠ്യം, കയ്പ്, വെറുപ്പ്, പക, ഇതിനോടൊക്കെ നമ്മളൊരു ജീവൻ മരണ പോരാട്ടത്തിലാണോ
അതോ നമ്മൾ പലപ്പോഴും ഇതിനോട് സഖ്യത ചെയ്യാറുണ്ടോ? ചില സഹോദരന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്റെ സഹോദരി കീഴടങ്ങണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കോപമൊക്കെ വേണം, എന്നാലേ കീഴടങ്ങത്തുള്ളൂ. അത് ദൈവിക വഴിയല്ല. ദൈവിക വഴിയില് നമുക്കറിയാം, സങ്കീർത്തനക്കാരൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളെ കാലിൽ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്ന മനുഷ്യൻ, അടിച്ചു കൊല്ലുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചെറിയ ജഡത്തിലുള്ള മോഹങ്ങളെ പോലും നമ്മൾ ആ നിലയിൽ വേണം നേരിടാനായിട്ട്. ഒരു ദാക്ഷിണ്യം ഇല്ലാതെ, കരുണ കൂടാതെ കൊന്നുകളയണമെന്നായിരുന്നു ദൈവം കൽപ്പിച്ചൊരു കാര്യം. അമാലേക്കിനോടുള്ള ബന്ധത്തിൽ ദൈവം അതാ കൽപ്പിച്ച്, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ പോലും അവശേഷിപ്പിക്കരുത്, കൊന്നുകളയണം. പക്ഷെ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തില് നമ്മുടെ ജഡത്തിലുള്ള നമ്മള് മരിപ്പിക്കാൻ പറഞ്ഞ പാപങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു മനോഭാവം ഉണ്ടോ? യോശുവും കാലേബും ഏറ്റു പറഞ്ഞതുപോലെ ദൈവം നമ്മോട് കൂടി ഉണ്ടെങ്കിൽ ഇവരെയൊക്കെ നമുക്ക് കീഴടക്കാനായിട്ട് കഴിയും. അതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. ദൈവം അങ്ങനെയുള്ളവരല്ല പ്രസാദിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നമ്മൾ ദിനംപ്രതി കടന്നു പോകുന്ന പരീക്ഷകളിൽ ഇതിനെയെല്ലാം ദൈവം എന്റെ കാൽക്കീഴെ ചതയ്ക്കും, എന്നെ ഒരു ജയാളിയാക്കും എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്. വെളിപ്പാട് ദിവസം സഭകൾക്ക് ദൂതെഴുതുമ്പം റിപ്പീറ്റഡ് ആയിട്ട് എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ജയിക്കുന്നവന് ജയിക്കുന്നവന് ജയിക്കുന്നവന്. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതിനെ ജയിക്കാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ വിശ്വാസം നമുക്കുണ്ടോ? അതാ നമ്മൾ ജഡത്തിലുള്ള പലതിനോടും കോംപ്രമൈസ് ചെയ്യുന്നവരാണോ? അല്ലെ, ഒരു മുല കുടിക്കുന്ന ശിശു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരുന്ന മോഹത്തിന്റെ ചിന്തകളാണ്. അത് കയ്പിന്റെ ആകാം, വെറുപ്പിന്റെ ആകാം, പകയുടെ ആകാം, ധനമോഹത്തിന്റെ ആകാം, നമ്മളെ തന്നെ ഉയർത്താനുള്ളതാകാം, അനുസരിക്കാതിരിക്കാനുള്ളതാകാം, ഏതുമാകാം. ഒരു ചിന്ത വരുമ്പം നമ്മൾ അതിനെ അങ്ങനെ നേരിടാറുണ്ടോ? ആ ചിന്തയിൽ വെച്ച് തന്നെ ഇതിനെ മരണത്തിന് ഏൽപ്പിക്കാറുണ്ടോ? കർത്താവ് ചെയ്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അവൻ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നമുക്കറിയാം, മോഹങ്ങളെല്ലാം കുടികൊള്ളുന്ന കേന്ദ്രമാണ് ജഡം. സാത്താൻ അവിടെ നിന്ന് ചില മോഹങ്ങളെ നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. അത് വരുന്ന ഉടനെ നമ്മൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നമുക്ക് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അതിനോടൊരു ജീവൻ മരണ പോരാട്ടത്തിലായിരിക്കും. നമ്മളത് നമ്മുടെ ചിന്തകളെ അതിന് വിട്ടുകൊടുക്കാതെ ചിന്താമണ്ഡലത്തെ ശുദ്ധീകരിക്കാനായിട്ട് ഒരു വലിയ പോരാട്ടം നമ്മൾ നടത്തുന്നുണ്ടാവും. നപ്താലിയെ കുറിച്ച് ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്. നപ്താലിയോ പോർക്കള വീടുകളിൽ തന്നെ. നമ്മൾ വീട് ജനിക്കുമ്പോൾ തൊട്ട് നമ്മൾ ഈ ശരീരം വിട്ടു പോകുന്നിടം വരെ നമ്മളൊരു പോർക്കളം വീട്ടിലായിരിക്കുന്നത്. നിരന്തരമായൊരു പോരാട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 4 സൈഡിൽ നിന്നും സാത്താൻ നമ്മളെ വഞ്ചിക്കാനായിട്ടും ചതിക്കാനായിട്ടും പാപത്തിൽ വീഴിക്കാനായിട്ടും ദൈവത്തിൽ നിന്ന് അകറ്റാനായിട്ടുമുള്ള വിവിധ പരീക്ഷകളിലൂടെയാണ് നമ്മളെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ സുബോധമുള്ളവരാണോ, ജാഗ്രതയുള്ളവരാണോ, നമ്മൾ മാനസാന്തരപ്പെടുന്നവരാണോ? നമ്മളൊരു പാട്ടിൽ ഇങ്ങനെ പാടാറുണ്ട്, ഒരു ജയം മറ്റൊരു ജയത്തെ നൽകും. നമ്മുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ പോരാട്ടത്തിലാണെങ്കിൽ ഈ വിജയം എന്ന് പറയുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ്. നമ്മളെ കീഴടക്കി വെച്ചിരിക്കുന്ന റോമാലേഖന 6-ാം അധ്യായത്തില് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. റോമർ 6 അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും, നമ്മളെല്ലാം പാപത്തിന്റെ ദാസന്മാരായിരുന്നു. ഇവിടെ പറയുന്നേ, നിങ്ങൾ പഠിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു, നീതിക്ക് ദാസന്മാരായി തീർന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ഏറ്റുപറച്ചില്, ഒരു സ്തോത്രം ദൈവത്തിന് പറയാനായിട്ട് കഴിയും. ഇന്നും നമ്മുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്ന, ഒരുത്തിന് ഏതിനോട് തോക്കുന്നോ അതിനടിമയാണ്, അതിന്റെ അടിമയാണ് നമ്മൾ. നമ്മൾ ഒരിക്കലും പാപത്തിന്റെ ദാസന്മാരായിരുന്നു.
പാപമാണ് നമ്മളെ ഭരിച്ചിരുന്നത്. നമ്മുടെ ചിന്തകളെയും മനോഭാവങ്ങളെയും പ്രവൃത്തിയെല്ലാം പാപമാണ് ഭരിച്ചിരുന്നത്. പക്ഷെ ഇന്നും അങ്ങനെ തന്നെയാണോ ആയിരിക്കുന്നത്? അതോ നമ്മൾ പടിപടിയായിട്ട് ഒരു വിജയത്തിന്റെ വഴിയിലാണോ നടക്കുന്നത്? നമ്മളൊരു മൽപ്പിടുത്തത്തിലാണോ ആയിരിക്കുന്നത്? എന്തു വന്നാലും ഞാൻ പിന്മാറത്തില്ല, കീഴടങ്ങത്തില്ല എന്ന് പറഞ്ഞ് വിശ്വാസത്തിന്റെ വഴിയിൽ ഈ പാപത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ്. ഒരു കനാന്റെ അനുഭവത്തിലേക്ക് നമ്മളെ നടത്താനാണ് ദൈവം ആഗ്രഹിക്കുന്ന സ്വസ്ഥര അനുഭവം. സമാധാനം നിറഞ്ഞവര്, സന്തോഷം നിറഞ്ഞവര്, പരാതിയില്ലാത്തവര്, പിറുപിറുപ്പില്ലാത്തവര്, മറ്റുള്ളവരോട് കയ്പില്ലാത്തവര്, അങ്ങനെ ഒരു വിജയത്തിന്റെ വഴിയിൽ ഈ വിശ്വാസം നമ്മളെ നടത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അത് സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. ഞാൻ കണ്ടൊരു കാര്യം, ഈ കാര്യങ്ങളൊക്കെ ഒത്തിരി കേൾക്കുന്ന ഒരു സഭയിലാണ് നമ്മൾ ഇരിക്കുന്നത്. മറ്റാരും പറയാത്ത ഉന്നത തലത്തിലുള്ള വിശുദ്ധിയുടെ വഴികളെക്കുറിച്ച് നിരന്തരം കേൾക്കുന്ന ഒരു സഭയിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ ഈ കേൾവി നമ്മുടെ ഉള്ളിൽ വിശ്വാസമായിട്ട് പരിണമിക്കുന്നുണ്ടോ? ഒരു പോരാട്ടത്തിലേക്ക് നമ്മളെ ഉണർത്തുന്നുണ്ടോ? നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു ജയാളിയാകാനുള്ള ഒരു സമർപ്പണവും പോരാട്ടവും നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് മരിച്ച് നമ്മളുടെ ദൈവേഷ്ടം വെളിപ്പെട്ടു വരണമെന്നുള്ളൊരു ആഗ്രഹത്തോടെ പൂർണ്ണ സമർപ്പണം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നൊരു കാര്യം, അങ്ങനത്തെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വളരെ കുറവാന്നുള്ളതാണ്. അവിടെ നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പടിപടിയായിട്ടാണ് നമ്മൾ ഈ വഴിയിൽ നടക്കുന്നത്, ഒറ്റയടിക്കല്ല. ജയാളിയെ തീരാന്ന് പറയുന്നത് ഒരു നീണ്ട പോരാട്ടമാണ്. നമ്മളെ കീഴടക്കി വെച്ചിരിക്കുന്ന പല മല്ലന്മാരും ഉണ്ട്. ചിലരെ സംബന്ധിച്ച് കോപമായിരിക്കും, ധനമോഹമായിരിക്കാം, മത്സരമായിരിക്കാം, ശാഠ്യമായിരിക്കാം, ദുർമോഹങ്ങളായിരിക്കാം. നമ്മൾ അതിനെ ശത്രുവായിട്ട് കണ്ടതിനോട് പോരാടാൻ തയ്യാറാണ്. കോപം എന്റെ ശത്രുവാണ്, മോഹം എന്റെ ശത്രുവാണ്, മത്സരം എന്റെ ശത്രുവാണ്. നമ്മൾ അങ്ങനെ ഇനി ശത്രുവായിട്ട് കാണുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. നമ്മുടെ സഭയ്ക്കുള്ളിൽ പോലും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇതിനെക്കുറിച്ച് വിശ്വാസമുള്ളവർ വളരെ കുറവാണ്. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു അഭിപ്രായം പറയുന്നതല്ലാണ്ട് ഇത് ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്യാൻ പ്രാപ്തനാണ്, ശക്തനാണെന്നുള്ളൊരു വിശ്വാസവും ഏറ്റുപറച്ചിലും സമർപ്പണവും ഉള്ളവരെ വളരെ കുറച്ചേ നമുക്ക് കാണാനായിട്ട് കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി ദൈവത്തിന് മുമ്പാകെ നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം നമുക്ക് ശോധന ചെയ്യാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രവൃത്തി ചെയ്തു? ഇവിടുന്നേരൊക്കെ നമ്മളെ സ്വതന്ത്രരാക്കിയോ? അതോ ഇന്നും നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ പാപക്ഷമയെക്കുറിച്ചുള്ള ഒരു തലത്തിലാണോ നിൽക്കുന്നത്? ഇബ്രാഹിം 6 നമ്മളത് വായിക്കുന്നുണ്ട്. നിങ്ങൾ പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ഉത്സാഹിക്കാം. ഈ പരിജ്ഞാനം നമ്മളെ പാപത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന ഒരു കാര്യമാണ്. ആ പരിജ്ഞാനത്തിന്റെ പൂർത്തിയിലേക്ക് നമ്മൾ പോകും തോറും പാപം നമ്മളിൽ വാഴുകയല്ല, നമ്മൾ പാപത്തെ വാഴുന്നവരായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. മറ്റേ കോപിക്കാൻ പറയുന്നതുകൊണ്ട് നമ്മൾ കോപിക്കുന്നവരാണെങ്കിൽ ആ പരീക്ഷ വരുമ്പം കോപിക്കാതിരിക്കാനായിട്ടുള്ള ഒരു പോരാട്ടം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു വെളിച്ചമായിട്ട് നമ്മളെ ഉയർത്തിപ്പിടിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, തന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി. നമ്മുടെ കുടുംബങ്ങള് സമാധാനത്തിന്റെ തുരുത്തുകളായി തീരണം ദൈവം ആഗ്രഹിക്കുന്നു. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും മാതാപിതാക്കളൊക്കെ ഉള്ള ബന്ധത്തിൽ അവിടെ എപ്പോഴും ഒരു സമാധാനം വാഴുന്ന കുടുംബങ്ങളെ പണിയാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ഒരു ദർശനം നമ്മുടെ കണ്ണിന് മുമ്പിലുണ്ടോ? ഞാൻ എൻ്റെ വീട്ടിലൊരു സമാധാനപുത്രനായിരിക്കും, ഞാൻ സമാധാനം ഉണ്ടാക്കുന്നവനായിരിക്കും എന്നുള്ള ഒരു തീരുമാനവും സമർപ്പണവും സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മൾ ഓരോരുത്തരും അങ്ങനത്തെ ഒരു നിലപാടെടുക്കേണ്ടി വരാം. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ഈ ദൈവത്തിന്റെ പഠനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ സ്കൂളുകളിലൊക്കെ പിള്ളേർക്ക് ഹോംവർക്ക് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കുടുംബങ്ങളില് യാഥാർത്ഥ്യമായി തീരണം. ആ വെല്ലുവിളി നമുക്ക് വ്യക്തിപരമായിട്ട് ഏറ്റെടുക്കാം. അത് ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ.
മാതാപിതാക്കളായിക്കോട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, ഞാൻ ദാവീദ് ഒരു ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ദൈവഭാഗം നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. കർത്താവ്, എൻ്റെ വീട്ടിൽ നിന്റെ സമ്പൂർണ്ണ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ എന്നെ തന്നെ തരുന്നു. എൻ്റെ വായിൽ നിന്ന് ആകാത്തൊന്നും വരാതെ, മത്സരമില്ലാതെ, ശാഠ്യമില്ലാതെ, കയ്പില്ലാതെ, ഭിന്നതയില്ലാതെ, പോരാട്ടമില്ലാതെ ഈ സമാധാനത്തിന്റെ വഴിയിൽ നടക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. അങ്ങനെ സമർപ്പണത്തോടെ നമുക്ക് ദൈവഭാഗ്യം ആയിരിക്കാം സഹോദരന്മാരെ. ആ യാത്രയിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമുക്കറിയാം, കാലേബ് വയസ്സ് എന്ന് വൃദ്ധനായതിനു ശേഷമാ പറയുന്നത്, അനാക്യമല്ലന്മാരുടെ മല എനിക്കിതാ, ഞാൻ അത് കീഴടക്കാം. അന്നൊരു ഏറ്റുപറച്ചിൽ നടത്തിയതാണ്. ദൈവം നമ്മോട് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കീഴടക്കാൻ പറ്റും. തന്റെ വാർദ്ധക്യത്തിൽ താൻ പറയുന്നൊരു കാര്യം അത് തന്നെയാ പറയാൻ. നമ്മുടെ ജീവിതത്തിൽ അനാക്യമല്ലന്മാരെ പോലെ വളരെ വലുതായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പാപങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് ഈ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ നടത്താം. കർത്താവേ, നീ ഞങ്ങളുടെ കൂടി ഉണ്ടെങ്കിൽ, നീ എന്നോട് കൂടി ഉണ്ടെങ്കിൽ എനിക്കിതിനെ കീഴടക്കാനായിട്ട് പറ്റും. ആ ഒരു ഏറ്റുപറച്ചിലുമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന, വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ പോലെയുള്ള ശക്തമായ പാപങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ വിശ്വാസത്തിൽ നമ്മളെ തന്നെ അർപ്പിക്കുന്നിടത്ത് ദൈവം നമ്മുടെ ഉള്ളിൽ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നുള്ള കാര്യം സത്യമാണ്. ഈ വിശ്വാസത്തിന്റെ വഴി നടക്കുന്ന ഓരോ വ്യക്തിക്കും പറയാൻ പറ്റും, തിരിഞ്ഞു നോക്കിയിട്ട് ഒരു കാലത്ത് തനിക്ക് അസാധ്യമെന്ന് ചിന്തിച്ചിരുന്ന, കീഴടക്കാൻ കഴിയരുതെന്ന് ചിന്തിച്ചിരുന്ന പലതും ഇന്ന് തന്റെ കാൽ കീഴെ ചതയ്ക്കപ്പെടുന്നത് പലർക്കും അത് അനുഭവിക്കാനായിട്ട് കഴിയും. റോമാലേഖനം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ 16-ാമത്തെ അധ്യായത്തിനെയാണ് തോന്നിങ്ങനെ ഒരു വാക്യമുണ്ട്. 20-ാം വാക്യം, 16-20. സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ച് കളയും. നമ്മൾ തുടങ്ങുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളില്ല. ഇന്ന് നമ്മളെ അഭിമുഖീകരിക്കുന്ന ചെറിയ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ അവിടെ നമുക്ക് ദൈവകൃപയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് കഴിയും. അത് കൂടുതൽ കൂടുതൽ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. നമ്മുടെ വിശ്വാസം വളരാൻ തുടങ്ങും, വിശ്വാസം വർദ്ധിച്ചു വരാൻ തുടങ്ങും. അത് കൂടുതൽ കൂടുതൽ ശുദ്ധീകരണത്തിലേക്ക് നമ്മളെ നടത്തും, കൂടുതൽ കർത്താവിന്റെ സ്വരൂപത്തിലേക്ക് നടത്തും. നമ്മളായിരിക്കുന്നിടത്തെല്ലാം ഒരു അനുഗ്രഹമായി തീരും. നമ്മൾ കാര്യം ചവിട്ടുന്നിടമെല്ലാം സമാധാനത്തിന്റെ അനുഗ്രഹമുള്ളവരായിട്ട് തീരും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിശ്വാസത്തിൽ നമുക്ക് വർദ്ധിച്ചു വരാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം, മുറുകെ പിടിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, രാത്രിക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങള് വിശ്വാസമായിട്ട് പരിണമിച്ച് നിങ്ങൾ ദിനംപ്രതി ജീവിതത്തിൽ നേരിടുന്ന പാപങ്ങളോടുള്ള ബന്ധത്തിൽ അതിനെ ജയിക്കത്തക്ക ഒരു വിശ്വാസമായിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ വളരണമെന്ന് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിനാലും അവിടുത്തെ കൃപയാലും അടികളെ നിറയ്ക്കണം കർത്താവ്. വരും ദിവസങ്ങളില് ജയാളികളായി അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവരായി, അവിടുത്തെ ഹൃദയത്തിന് സന്തോഷവും ആനന്ദം നൽകുന്നവരായിട്ട് അടികളെ രൂപാന്തരപ്പെടുത്തണം. അടികളുടെ വ്യക്തി ജീവിതങ്ങളും കുടുംബജീവിതങ്ങളും സഭാജീവിതവും കർത്താവ് ആ നിലയില് കൂടുതൽ സ്വാതന്ത്ര്യമുള്ളതായി തീർന്ന് അനേകർക്ക് അനുഗ്രഹമായി തീരത്തക്കൊണ്ട് അടികളെ രൂപാന്തരപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് അവിടുത്തെ കൃപയുടെ കാര്യങ്ങൾ അടികളെ പരമേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു പിതാവേ.